എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 105-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയണമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചേക്കാം. കിച്ചുവും അനുവും തിരിച്ച് ഈസ്റ്ററിൻ്റെ അന്ന് ഞായറാഴ്ച വൈകിട്ട് തന്നെ തിരിച്ചുപോയി. PSC പരീക്ഷയുടെ റിസൾട്ട് ഉടനെയെങ്ങും വരില്ലായിരിക്കും എന്നൊരു തോന്നലിലായിരുന്നു അവരെല്ലാവരും. അതുകൊണ്ട് പത്രങ്ങൾ തിരഞ്ഞുള്ള വിഷമതകളൊന്നും ഉണ്ടായതുമില്ല. എന്നാൽ വേക്കൻസികൾ പെട്ടെന്ന് നികത്തേണ്ടി വരും എന്നതുകൊണ്ടായിരിക്കാം പരീക്ഷ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചു. ആകെ 50ഓളം ഒഴിവുകളുണ്ടെന്നായിരുന്നു ആദ്യം അറിയാൻ കഴിഞ്ഞത്. ജനറൽ കാറ്റഗറിയിൽ 25 പേർക്കെങ്കിലും നിയമനമുണ്ടാകും. 25-ന് താഴെ റാങ്ക് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ഏതെങ്കിലും വേക്കൻസികൾ വന്നാലുള്ള സാഹചര്യമാണ്. അത് പിന്നെ തുടലറ്റും പോയി പുഴ വറ്റിയും പോയാൽ കടി പറ്റി എന്ന് പറഞ്ഞതുപോലിരിക്കും. അത്രയേ പ്രതീക്ഷിക്കേണ്ടൂ. റാങ്ക് ലിസ്റ്റ് വന്ന വിവരം രാവിലെ അനു അറിഞ്ഞതാണ്. കിച്ചു സൈറ്റിലായതുകൊണ്ട് അവന് ലിസ്റ്റ് നോക്കാൻ കഴിഞ്ഞില്ല. അനു അവൻ്റെയും കൂടി റാങ്ക് ലിസ്റ്റ് നോക്കി. പതിവ് പോലെ സിജോ മാത്യു തന്നെ മുന്നിൽ. അവൻ്റെ റാങ്ക് നമ്പർ 7 അനുവിന് 10. നിലവിലുള്ള വിവരപ്രകാരം 2 പേരും നിയമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായേക്കും. അതാണ് ഇപ്പോൾ പുതിയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള കാര്യം. ജോലിയിൽ അവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ 2 പേരുടെയും സർട്ടിഫിക്കറ്റുകൾ അവിടെ കൊടുത്തതാണ്. ഇനിയിപ്പോൾ കമ്പനിയിൽ നിന്ന് അവ തിരിച്ചു തന്നില്ലെങ്കിൽ റാങ്കിൽ പേര് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. വെറുതെ ചാൻസ് നഷ്ടപ്പെട്ടു പോകും. എന്തായാലും വൈകുന്നേരം കിച്ചു കൂടി വന്നിട്ട് അതിനെന്താണ് വേണ്ടത് എന്ന് ആലോചിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നേക്കും. അവരുമായുള്ള കരാർ അങ്ങനെയാണല്ലോ. കരാർ ഉള്ള സ്ഥിതിക്ക് കമ്പനി ചോദിക്കുന്ന നഷ്ടപരിഹാരം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. കമ്പനിയുടെ ടോപ്പ് ലെവലിൽ മലയാളികളായ 1-2 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നഷ്ടപരിഹാരം കാര്യമായി ഒന്നും കൊടുക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു ലഭിക്കുകയും കേരളത്തിൽ തന്നെ വന്ന് പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാൻ കഴിഞ്ഞേക്കും. അതൊരു പ്രതീക്ഷ മാത്രമാണ്, ഉറപ്പുള്ള കാര്യമല്ല. ഒരിക്കൽ സംസാരിച്ചപ്പോൾ അവരോട് കിച്ചുവിൻ്റെയും അനുവിൻ്റെയും യഥാർത്ഥ സ്ഥിതി പറഞ്ഞതുമാണ്. അത് കേട്ടപ്പോൾ മറ്റാരെയും എന്നതുപോലെ അവരും അതിശയിച്ചു പോയതാണ്. അത്രയും ചെറിയ അവസ്ഥയിൽ നിന്നും പഠിച്ച് ഉയർന്നു വന്ന് ഒരു ജോലി സമ്പാദിച്ചുവല്ലോ, അതുതന്നെ വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പരിഗണന ലഭിച്ചേക്കാം. അതൊരു പ്രതീക്ഷ മാത്രമാണേ. റിയയുടെ റാങ്ക് നമ്പർ 32. എന്നാൽ അവൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് അവളും മിക്കവാറും നിയമിക്കപ്പെടാനാണ് സാധ്യത. ഒരുമിച്ച് പഠിച്ച് എഴുതിയ 3 പേർക്കും റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് കിട്ടിയത് വളരെ സന്തോഷമുള്ള കാര്യമായി. ഏതൊരു സന്തോഷത്തോടും പിന്തുടർന്നു വരുന്ന ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ. അതാണ് ഇപ്പോൾ കമ്പനിയിൽ പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നത്. വൈകുന്നേരം കിച്ചുവും റിയയും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. കമ്പനിയുടെ മുൻപിൽ വെച്ചാണ് അവർ തമ്മിൽ കണ്ടത്. കിച്ചു അറിഞ്ഞ കാര്യം അവളോട് പറഞ്ഞു. നിങ്ങളുടെ റാങ്ക് നോക്കിയാൽ മതി, ഞാനെങ്ങും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല. അതെന്താ? നീ എഴുതിയത് പരീക്ഷയല്ലേ. ഏതൊരു കാര്യത്തിനും പ്രതീക്ഷ വേണം. അല്ലാതെ ഞാൻ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെന്നൊന്നും ഞാനിപ്പോൾ നിന്നോട് പറയുന്നില്ല. ഏതായാലും അനുവിനെ കാണാം. നമ്മുടെ റാങ്ക് അറിയാമല്ലോ. അങ്ങനെ അവർ 2 പേരും അനുവിൽ നിന്നും റാങ്കിൻ്റെ വിവരങ്ങൾ അറിഞ്ഞു.
അവർ അറിയുന്ന മറ്റു കുട്ടികൾ പരീക്ഷ എഴുതിയവരിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിലെ ബാക്കിയുള്ളവർ ആരുടെയും നമ്പറുകൾ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഉടനെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാകും എന്ന് പത്രങ്ങൾ പറഞ്ഞതുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്ന കാര്യത്തിനു വേണ്ടി കമ്പനിയെ സമീപിക്കണമല്ലോ. ചെന്നൈ ബ്രാഞ്ചിൻ്റെ മാനേജരായിരുന്ന ഗോപാലകൃഷ്ണൻ സാറിനെ പോയി കാണാൻ 3 പേരും കൂടി തീരുമാനിച്ചു. സാറ് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമായിട്ടില്ല. അതിനു മുൻപായതുകൊണ്ട് പോയി കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവർ 3 പേരും ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ക്യാബിനിലേക്ക് പോയി. എന്താ 3 പേർക്കും വഴിമാറിപ്പോയോ? ഈ വഴിക്കല്ലല്ലോ സാധാരണ വരാറ്. എന്തു പറ്റി? ഞങ്ങൾക്ക് അത്യാവശ്യമായ ഒരു കാര്യം സാറിനോട് പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ സമയമുണ്ടാകുമോ? ഇപ്പോഴത്തെ സമയം പിന്നെ എവിടെ പോകാനാണ് സിജോ? നീ ധൈര്യമായിട്ട് കാര്യം പറ. പരിഹാരമുള്ളതാണെങ്കിലും അല്ലെങ്കിലും പറയുന്നതാണ് ഒന്നാമത്തെ പടി. കിച്ചു കാര്യം വിശദമായി പറഞ്ഞു. അവരും കമ്പനിയും തമ്മിൽ എത്തിച്ചേർന്ന കരാറിൻ്റെ പകുതി കാലമായിട്ടേ ഉള്ളൂ. അപ്പോൾ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രാജിവെച്ചു പോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നൊരു വ്യവസ്ഥയുണ്ട്. അതിനെന്തെങ്കിലും ഇളവ് വരുത്താൻ കഴിയുമോ എന്നാലോചിക്കാം. യാതൊരു ടെൻഷനുമില്ലാതെ നിങ്ങൾ പൊയ്ക്കൂ, നമുക്ക് പ്രശ്നം പരിഹരിക്കാം എന്ന് സാറ് പറഞ്ഞു. ഇനി അഥവാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങളുടെ 1 മാസത്തെ ശമ്പളമോ മറ്റോ ആയിരിക്കും പിടിക്കുക. അതിപ്പോൾ ഈ മാസത്തെ ശമ്പളം കിട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതങ്ങ് കൊടുക്കേണ്ടി വന്നേക്കാം. മിക്കവാറും അത് വേണ്ടി വരില്ല. എന്നാലും ഒരു കരുതലിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? പ്രിയയെ സംബന്ധിച്ചിടത്തോളം 1 മാസത്തെ ശമ്പളം കൊടുക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. കിച്ചുവിൻ്റെ ആണെങ്കിൽ പണം ബാങ്കിൽ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവനും വിഷമമുള്ള കാര്യമല്ല. അതിൽ പിന്നെ ആകെ വിഷമമുള്ളത് അനുവിന് മാത്രമാണ്. കോൺവെൻറ്റുകാരല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ സമ്മതിച്ചില്ല എന്നൊക്കെ വരാം. എന്നാലും അതിനും പരിഹാരം കാണാൻ കിച്ചുവിനും റിയയ്ക്കും കഴിയുമല്ലോ എന്നതാണ് അവളുടെ സമാധാനം. ഏതായാലും 3 പേർക്കും സമാധാനമായി. അവർ തിരിച്ചു പോരുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്നു. ലിസ്റ്റ് വന്ന് ഒരാഴ്ച കഴിയും മുമ്പ് തന്നെ ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ 3 പേർക്കും കിട്ടി. സർട്ടിഫിക്കറ്റുകളുമായി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് പട്ടത്തുള്ള PSC ഓഫീസിൽ ഹാജരാകണമെന്നാണ് അതിൽ അറിയിച്ചിരിക്കുന്നത്. അന്ന് തന്നെ ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടു. 1 മാസത്തെ ശമ്പളം കോമ്പൻസേഷനായി കൊടുക്കേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് അവസാന മാസത്തെ ശമ്പളം അവർക്ക് വാങ്ങേണ്ടി വന്നില്ല. രാജിവെക്കാതെ തന്നെ സർട്ടിഫിക്കറ്റുകളും മറ്റും തിരിച്ചു കിട്ടി. അവർ ചെന്നൈയിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായി. ഇൻ്റർവ്യൂവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് ചിലപ്പോൾ 2-3 മാസങ്ങൾ കഴിയുമ്പോഴേക്കുമായിരിക്കും പോസ്റ്റിംഗ് ഓർഡർ വരിക. അത്രയും കാലം അവർക്ക് കമ്പനിയിൽ തന്നെ തുടരാൻ കഴിയണമെങ്കിൽ അതിനുള്ള സമ്മതം കൂടി ഗോപാലകൃഷ്ണൻ സാർ വാങ്ങിവെച്ചിരുന്നു. സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിയാൽ പിന്നെ അവരെ കമ്പനിയിൽ തുടരാൻ അനുവദിക്കണമെന്നില്ല. നഷ്ടപരിഹാരം വാങ്ങിയെങ്കിലും ഇനിയും തുടരാൻ അവർക്ക് അനുമതി കിട്ടി. തുടർന്നുള്ള മാസങ്ങളിൽ അവിടെ തന്നെ ജോലി ചെയ്ത് ആ തുക തിരിച്ചു പിടിക്കണം എന്നാണ് ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത്. കിച്ചുവും അനുവും റിയയും ആ തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. ചെന്നൈയിൽ ചെന്നിട്ട് 1.5 വർഷമായി എങ്കിലും അവിടെ ആരുമായും തന്നെ കാര്യമായ പരിചയമൊന്നുമില്ല. കമ്പനിയിലുള്ള കുറച്ചു പേർ മാത്രം, പിന്നെ കിച്ചുവിൻ്റെ ഒപ്പം താമസിച്ചിരുന്ന കുറച്ചു പേരും, അത്രയുമാണ് പരിചയക്കാർ. അവരൊക്കെ വൻകിട സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുള്ളവരായതുകൊണ്ട് അവരോട് കൂടുതൽ അടുപ്പത്തിനും മറ്റും കിച്ചു പോയതുമില്ല. എന്നാലും അവരോട് വിവരം പറഞ്ഞു. അവർക്ക് അതും അത്ര വലിയ പ്രാധാന്യമുള്ളതായി തോന്നിയില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഈ ജോലിയാണെങ്കിലും കൂടുതൽ മെച്ചമൊന്നുമില്ല. അങ്ങനെയാണ് അവരുടെ വിചാരം. അവർ അവിടെ വന്നിരിക്കുന്നത് തന്നെ വെറും ടൈം പാസിന് വേണ്ടിയാണ്. അല്ലാതെ ശമ്പളം കിട്ടിയിട്ട് വീട്ടിൽ കഴിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അതുകൊണ്ട് കിച്ചുവിൻ്റെ സാഹചര്യം അവർക്ക് മനസ്സിലാവുകയുമില്ല. ആ ആഴ്ചയിൽ തന്നെ പോരാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ഒരു വണ്ടിക്ക് തന്നെ 3 പേരും തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു.
പിറ്റേ ദിവസം 10 മണിക്കാണ് ഇൻ്റർവ്യൂവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും തുടങ്ങിയത്. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ നിയമന ഉത്തരവ് വരും എന്നാണ് അവിടെ നിന്നും പറഞ്ഞത്. എന്തുതന്നെയാണെങ്കിലും തിരിച്ചു ചെന്നൈക്ക് തന്നെ പോവുക. നിയമന ഉത്തരവ് വരുന്ന അത്രയും കാലം അവിടെ ജോലി ചെയ്യുക എന്നാണവർ 3 പേരുടെയും തീരുമാനം. അതുകൊണ്ട് അന്ന് തന്നെ അവർ തിരിച്ച് ചെന്നൈക്ക് പോയി. സൈറ്റിലും ഓഫീസിലും ഒക്കെയായി നല്ല തിരക്കുള്ള കാലമായതുകൊണ്ട് നിയമന ഉത്തരവിൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചേയില്ല. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് പോയി. അതിനിടയിൽ കിച്ചു ഒരു തവണ നിരത്തും തട്ടിൽ വന്നു പോവുകയും ചെയ്തു. അവിടെയും കാര്യമായ വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിവസങ്ങൾക്ക് നല്ല വേഗതയായിരുന്നു. അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസമാകാൻ പോകുന്നു. ഇതുവരെ നിയമന ഉത്തരവ് വന്നിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് സമയമില്ല. കാരണം നല്ല ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയിലാണല്ലോ ഇപ്പോഴും അവർ. ചെന്നൈയിൽ ചൂട് പാരമ്യത്തിലെത്തി നിൽക്കുന്ന കാലഘട്ടമാണത്. സൈറ്റിൽ നിന്ന് വൈകുന്നേരം വരുമ്പോഴേക്കും തളർന്ന് ഒരു പരുവത്തിലാണ് റിയയും കിച്ചുവും. റിയയ്ക്ക് ഒരു ദിവസം ചെറിയ തോതിൽ സൂര്യാഘാതം ഏൽക്കുക കൂടി ചെയ്തു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. 2 ദിവസം വിശ്രമം കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ജോലിക്ക് പോകാം എന്ന സ്ഥിതിയിലേക്ക് എത്തി. അടുത്ത ദിവസം ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും നിയമന ഉത്തരവ് റീഡയറക്റ്റ് ചെയ്ത് കമ്പനിയിലേക്ക് എത്തി. ജോയിൻ ചെയ്യേണ്ടത് വരുന്ന തിങ്കളാഴ്ച മുതൽ 15 ദിവസത്തിനുള്ളിൽ ആയിരിക്കണം. വിവരം പറയാനുള്ളത് ഗോപാലകൃഷ്ണൻ സാറിനോട് മാത്രമായതുകൊണ്ട് അന്ന് തന്നെ സാറിനോട് വിവരം പറഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകം കരുതലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കിട്ടാനുള്ളതൊക്കെ ഇവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞില്ലേ? ശനിയാഴ്ച നിങ്ങൾക്ക് ഇതുവരെയുള്ള ശമ്പളം കൂടി തീർത്തു തരാൻ ഏർപ്പാടാക്കാം. ശനിയാഴ്ച വൈകുന്നേരത്തേക്ക് ഇവിടെ നിന്ന് പോകാൻ കണക്കിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. തിങ്കളാഴ്ച തന്നെ പറഞ്ഞ സ്ഥലത്ത് ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാം. ഒരു ദിവസം മുമ്പ് ജോയിൻ ചെയ്താൽ അത്രയും നല്ലതാണ്. കിച്ചുവിനും അനുവിനും ജോയിൻ ചെയ്യേണ്ടത് ഇടുക്കിയിലെ എക്സിക്യൂട്ടീവ് ഓഫീസിലാണ്. നിയമനം തൊടുപുഴയിലും കോതമംഗലത്തുമായിട്ടാണ്. കിച്ചു എന്ന സിജോ മാത്യുവിന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്യേണ്ടത് തൊടുപുഴയിലാണ്. അനുശ്രീക്ക് ജോയിൻ ചെയ്യേണ്ടത് കോതമംഗലത്തും. അവർ 2 പേരും തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്തു. റിയ ജോയിൻ ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഇനി അവിടെ എന്തെല്ലാം വെല്ലുവിളികളാണ് 2 പേരെയും കാത്തിരിക്കുന്നത്? കാത്തിരുന്ന് കാണാം. കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തുതന്നെയായാലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. ഓക്കേ.